ഗൈസ് അങ്ങനെ ഞാൻ അമ്മേനെയും കൊണ്ട് നമ്മുടെ സനന്തേരി കസം മൂവി കാണാൻ വേണ്ടി പോവാണ്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അമ്മയും കൂടെ കൊണ്ടുപോയി അതൊന്ന് കാണിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ മൂവിയൊക്കെ കാണാൻ കൊണ്ടുപോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പം ഇന്ന് ലീവായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ നമുക്ക് നേരെ ലുലു പോയിട്ട് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിച്ച് മൂവിയൊക്കെ കണ്ടിട്ട് നമുക്ക് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നതാണ് കേട്ടോ. അങ്ങനെ അമ്മ ഇന്ന് മൊത്തത്തിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം ഇന്ന് അമ്മയ്ക്ക് സർപ്രൈസുകളായിരുന്നു. കുറേ സാധനമൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റി. വാലൻറ്റൈൻസ് ഡേ ആയിട്ട് എൻ്റെ ലവറിന് ഞാൻ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി സർപ്രൈസായിട്ട്. എൻ്റെ ലവറെന്ന് വെച്ചാൽ എൻ്റെ അമ്മയാണ് കേട്ടോ, നിങ്ങൾ വേറെ ഒന്നും തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനെ ഞാൻ അതാ അവിടെ വന്നിട്ടുണ്ട് ലുലു മാളിൽ. ഇന്ന് ഫുള്ളും അമ്മയുടെ കൂടെ ഫുള്ളും നമുക്ക് ലുലു മാൾ മൊത്തം പർച്ചേസ് ചെയ്യാം, കാണാം, കേൾക്കാമെന്നൊക്കെ പറഞ്ഞ് വന്നാണ് ഗൈസ്. അതാ ലുലു മാളിലെ കുറേ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ അമ്മയ്ക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഫോട്ടോയൊക്കെ എടുത്തു കൊടുത്തിട്ട് നേരെ നീളിലോട്ട് പോവാണ് ഗൈസ്. ഇവിടാണ് നമ്മുടെ ഫുഡ് കൗണ്ടറിലോട്ട് പോവാണ്. അപ്പോൾ രാവിലെ ഇറങ്ങിയതാണ് ഞങ്ങൾ. അപ്പോൾ നല്ല വിശപ്പൊക്കെ ആയിട്ടുണ്ട്. എന്നാൽ പിന്നെ അമ്മയ്ക്ക് ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുക. നമുക്ക് ദോശ തിന്നാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഒരു ആഗ്രഹം തോന്നാത്തതാണ്. സാധാരണ ബിരിയാണി പിന്നെ അങ്ങനെയൊക്കെയുള്ള മന്തി കാര്യങ്ങളൊക്കെയല്ലേ നമുക്ക് കഴിക്കാൻ തോന്നേ. അമ്മയ്ക്ക് ആഗ്രഹം ദോശ. അതും ഈ ദോശ ഇവിടെ ഈ ഒരു കൗണ്ടറിൽ കണ്ടപ്പം അമ്മയ്ക്കൊരു ആഗ്രഹം ദോശ കഴിക്കണമെന്ന്. ശരി, നമ്മൾ നേരെ സൽക്കാരെ കയറി ദോശയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരു ഒരു കൂപ്പണൊക്കെ കിട്ടി ഗൈസ്. ഇനി ഇത് അലാറം അടിക്കുന്നതിന് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു 10-15 മിനിറ്റാണ് അവർ ടൈം പറഞ്ഞിട്ടുള്ളത്. നല്ല ചൂട് ദോശയാണ് ഗൈസ്. അപ്പോൾ 10 മിനിറ്റ് അല്ല 15 മിനിറ്റ് വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങളതാ ചെയറും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടി. ഞങ്ങളതാ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതാ അമ്മയ്ക്ക് നമ്മളിപ്പോൾ ഗോൾഡ് വാങ്ങിയത് അമ്മയ്ക്ക് അപ്പം തന്നെ ഇട്ട് നോക്കണം. എന്നാൽ ശരി, ടൈം ഉണ്ടല്ലോ, വെറുതെ ഇരിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അതൊക്കെ തുറന്ന് നോക്കുകയാണ് ഗൈസ്. അങ്ങനെ നിങ്ങളും നിങ്ങളുടെ അമ്മമാർക്കൊക്കെ ഇതുപോലെ ഗിഫ്റ്റുകളൊക്കെ വാങ്ങിക്കൊടുക്കണം. അവർക്ക് ഭയങ്കര ഹാപ്പി ആവും. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ ഹാപ്പി ആക്കുക ഗൈസ്. ശാളമയുടെ സന്തോഷം കണ്ടില്ലേ ഗൈസ്. ഇത് കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി. കുറേ നാളും കൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കായിരുന്നു ആമമോതിരം എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ കാണുമ്പോൾ അമ്മ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചൊരു സാധനമാണ്. അപ്പോൾ അത് ഇത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുമെന്ന് സത്യം പറയാൻ വിചാരിച്ചില്ല. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അത് ഒട്ടും തന്നെ മടി കാണിക്കാതെ അതിനുവേണ്ടി പ്രയത്നിക്കുക. എന്തായാലും നമുക്ക് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ വന്ന് ചേരും. അങ്ങനെ അതാ അമ്മ എനിക്ക് കയ്യിലൊക്കെ ഇട്ടിരുന്നുണ്ട് കേട്ടോ, പാവം. അങ്ങനെ ഞങ്ങൾ നേരെ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ മൂവി കാണാൻ വേണ്ടി പോവാണ്. സനന്തേരി കസം. എൻ്റെ പൊന്നു മക്കളെ, ആ മൂവി കാണാത്തവർ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് പോയി കാണുക. എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അമ്മയും കൂടെ കൊണ്ട് കാണിക്കാതെ. അപ്പം മൂവി കണ്ടിട്ട് മൂവിയുടെ വിശേഷങ്ങളൊക്കെ പറയാവേ.